എല്ലാവർക്കും സ്വാഗതം. രേണു 2 ദിവസം മുമ്പ് ഒരു ഓൺലൈൻ മീഡിയയുടെ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. 2 മക്കൾക്കും വിഷം കൊടുത്ത് ഞാനും ചാകും എന്ന്. രേണു എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? നെഗറ്റീവ് കമന്റുകൾ എനിക്ക് സൈക്കോ ആണ് എന്നും നെഗറ്റീവ് കമന്റുകൾ എനിക്ക് സന്തോഷമാണ് എന്നും പറഞ്ഞ രേണു 2 ദിവസം മുമ്പ് ഒരു മീഡിയയ്ക്ക് മുമ്പിലിരുന്ന് ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് അവളും ചാകുമെന്ന്. ഒരു വീഡിയോയിൽ ഒരു വക്കീലിന്റെ ശബ്ദം കേട്ടു. ആങ്സൈറ്റി, ഡിപ്രഷൻ ഉള്ള ആളുകളിൽ ഇങ്ങനത്തെ തോന്നലുകളെല്ലാം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രേണുവിനെ കോണ്ടാക്ട് ചെയ്ത് രേണുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയുകയും അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുകയും വേണം. എന്താണ് ഇങ്ങനെ പരസ്യമായിട്ട് ഒരു ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന ഒരു ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് കൊടുക്കുന്നത് ഒരിക്കലും പറയാൻ പാടില്ല. കുഞ്ഞുങ്ങളെ കൊന്ന് ഞാനും ചാകുമെന്നുള്ളത്. രേണു എന്തിനാണ് ഒരു തൊഴിലിന് പുറത്തേക്ക് ഇറങ്ങിയത്? കുഞ്ഞുങ്ങളെ വളർത്താൻ. കുഞ്ഞുങ്ങൾ എന്ന് പറയാൻ ഒരു 2ാമത്തെ കുഞ്ഞ്, അതായത് സുധിയുടെ 2ാമത്തെ കുഞ്ഞ് മാത്രമാണ് രേണുവിന്റെ കൂടെയുള്ളത്. കിച്ചു കൊല്ലത്തുള്ള വീട്ടിലാണ്. കൊല്ലത്തെ വീട്ടിൽ അവൻ പഠിക്കുകയാണ്. അവന്റെ അച്ഛന്റെ വീട്ടില് അച്ഛന്റെ അമ്മയും അച്ഛന്റെ സഹോദരനും ഭാര്യയും ഒക്കെ ഉണ്ട് ആ വീട്ടിൽ. അവിടെയാണ് കിച്ചു താമസിക്കുന്നത്, പഠിക്കാൻ പോകുന്നത്. 4 വയസ്സായ ആ കുഞ്ഞിനെ കുറിച്ചാണ് അവളെങ്ങനെ പറയുന്നത്. ഇവിടെ സമൂഹത്തിലേക്ക് കൊടുത്തിട്ട് ഞാൻ പോകൂലെന്ന്. നീ എന്തിനു പോകണം രേണു? നീ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്, നീ എന്തിനു പോകണം? രേണുവിന്റെ പ്രതികരണം അനുസരിച്ചാണ് ഇവിടെ വാർത്തകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ചാനലും, ഓൺലൈൻ ആണെങ്കിലും അല്ലാതെയാണെങ്കിലും. മാധ്യമങ്ങൾക്ക് ഒരു വിഷയം കിട്ടിയാൽ അതിനെക്കുറിച്ചായിരിക്കും മാധ്യമങ്ങൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിഷയം കിട്ടുന്നത് വരെ ഇത് തന്നെയായിരിക്കും ചർച്ച. സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റാരെയെങ്കിലും കല്യാണം കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ഒറ്റ വാക്കിൽ നിർത്തണം. അതുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം എന്നുള്ള മറുപടിയാണ് രേണു അധിക പേർക്ക് കൊടുക്കുന്നത്. രേണു എന്തിനാണ് ഇങ്ങനെ വിശദീകരിക്കാനിരിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് എൻ്റെ വിവാഹത്തെ പറ്റി ചോദിക്കുന്നത്? ഞാൻ സുധിയുടെ ഭാര്യയാണ്. സുധി മരിച്ചുപോയി. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും അച്ഛനും അടങ്ങുന്ന ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് നല്ല രീതിയിൽ ഒരു ഉത്തരം കൊടുക്കേണ്ടതിന് പകരം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ആങ്കറിന്റെ മുമ്പിൽ പോയിരിക്കുമ്പം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഇല്ല എന്ന ഒറ്റ വാക്കിലുള്ള ഒരു ഉത്തരം കൊടുക്കുക. രേണുവിന് ഉത്തരം കൊടുക്കാൻ അറിയാമല്ല. ചിലതിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ആദ്യം. പിന്നെ എന്താണ് ഇപ്പോൾ ഇതിങ്ങനെ? അത് ഞാൻ പിന്നെ പറയാം, അത് കുറേ കാര്യങ്ങളുണ്ട്, അത് പിന്നെ പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇനി ഈ കാര്യം എന്താണ് എന്ന് വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഒരു പല മാധ്യമങ്ങളും ഇന്റർവ്യൂ എടുക്കാൻ വരും. അപ്പോൾ അവരോട് ഇത് പറയാൻ നിൽക്കണ്ടേ? എന്തിനാണ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ എന്തിനാണ് രേണു ഇത് പറയാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കൊടുക്കുന്നത്? അവർക്ക് അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള സിറ്റുവേഷൻ രേണു തന്നെ ഉണ്ടാക്കി വെക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള രേണുവിൻ്റെ ഒരുപാട് ഇന്റർവ്യൂകൾ ഞാൻ കണ്ടു. അവരുടെ റിയാക്ഷൻ വീഡിയോ കാണാറുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യുന്നത്. നമ്മൾ രേണുവിനെയോ അല്ലെങ്കിൽ രേണു ഇപ്പോൾ ഇന്നലെ പറയണ കേട്ടു, ഒരു മാധ്യമത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് രേണു ഇന്നലെ പറയുന്നുണ്ടായിരുന്നു രേണുവിന്റെ അച്ഛനും രേണുവുമാണ് പിന്നെ സുധി ചേട്ടനെ കൊന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതാരാണ് പറഞ്ഞത്? ഏത് മാധ്യമമാണ് പറഞ്ഞത്? അങ്ങനെ ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ രേണു തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറയുന്നത് കൊണ്ടല്ലേ ഓരോരുത്തരും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നതും ആ ചോദ്യങ്ങൾക്ക് രേണു ഉത്തരം പറയേണ്ടിയും വരുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ പറയേണ്ട കാര്യം? ആരാണ് ഇവിടെ രേണുവിന്റെ ഭർത്താവ് സുധിയെ രേണുവിന്റെ അച്ഛൻ കൊന്നു എന്ന് പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ലല്ലോ. അവന് ആക്സിഡന്റിലാണ് മരിച്ചത് എന്നാണ് ഞങ്ങളൊക്കെ ന്യൂസിലൂടെ കണ്ടിട്ടുള്ളത്. 24 ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതാണ്. ഞങ്ങൾ മാത്രമല്ല, എല്ലാ പ്രേക്ഷകരും എല്ലാം ഈ ലോകത്തുള്ളൊരു മുഴുവനോ അറിഞ്ഞിരിക്കുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായി. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ബിനു അടിമാലി ഉണ്ടായിരുന്നു കൂടെ. അതോടൊപ്പം സുധിയും ഉണ്ടായിരുന്നു. ബിനു അടിമാലി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവന് പരിക്കുകളോട് രക്ഷപ്പെട്ടു. സുധി മരിച്ചുപോയി. പറയാത്ത കാര്യങ്ങൾ രേണു തന്നെ ഓരോരു അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ആര് പറഞ്ഞു, ഇന്ന ചാനലിലെ ഇന്ന വ്യക്തി പറഞ്ഞു എന്ന് സുധിയുടെ ഭാര്യ രേണു പറയുകയാണെങ്കിൽ ആ ആളെ മുന്നിൽ കൊണ്ടുവരണം. അല്ലാണ്ട് എവിടുന്നെങ്കിലും ആരെങ്കിലുമൊക്കെ പറയും. ചിലരുടെ വീഡിയോക്ക് അടിയിലായിട്ട് കമന്റ് ഇടുന്നുണ്ട്. പലതരം കമന്റുകൾ എനിക്കും വരാറുണ്ട്. ഞാൻ പിന്നെ കമന്റുകളൊന്നും വായിച്ചിട്ട് അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല.
പലതരത്തിലുള്ള കമൻറ്റുകൾ വരും. മോശമായത് വരും, നല്ലതും വരും. നമ്മളെ ഈ കമൻറ്റുകളെല്ലാം എടുത്ത് തലയിൽ പേറിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? രേണുവിൻ്റെ അഭിനയവുമായി മുന്നോട്ട് പോകുക, രേണുവിൻ്റെ മകനെ വളർത്തുക, 2 മക്കളെയും വളർത്തി വലുതാക്കുക. ഒരാൾ വളർന്നു കഴിഞ്ഞു, അവരുടെ കാര്യം അവൻ പഠിച്ചൊരു ജോലിയായി, അവൻ്റെ കാര്യം നോക്കിക്കോളും. രേണുവിന് അത് തന്നെ ഒരു നല്ല കാര്യമല്ലേ? രേണുവിനിപ്പം ഋതപ്പൻ്റെത് മാത്രം നോക്കിയാൽ മതിയല്ലോ. ചെറിയ കുട്ടിയാണ്, അവനോണ്ട് അവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ആ കാര്യങ്ങളും നോക്കി ആ കുട്ടിയെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് കൂടെ ചേർത്ത് പിടിച്ച് നല്ല സംസാരവും കുട്ടികൾക്ക് നല്ല ഭക്ഷണവും കൊടുത്ത് നല്ലൊരു മുതൽക്കൂട്ടായി മാറ്റേണ്ട കാര്യമാണ്. മുതൽക്കൂട്ടായി സമൂഹത്തിലേക്ക് നല്ലൊരു മുതൽക്കൂട്ടായി. ഭർത്താവ് മരിച്ചിട്ട് എത്രയോ സ്ത്രീകൾ മക്കളെ വളർത്തി വലുതാക്കി നല്ല നിലയിൽ കൊണ്ടുപോകുന്നവരുണ്ട്. എത്രയോ ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നവരുണ്ട്. കൊടുക്കാൻ പറ്റുന്നിടത്തോളം പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആ അമ്മ എന്ന വ്യക്തി എത്രയോ സന്തോഷവതിയുമായിരിക്കും. അല്ലാണ്ട് മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിരുന്ന് കുറേ ദേഷ്യപ്പെട്ടും കൈ ചൂണ്ടിയും ആക്രോശിച്ചും ഒക്കെ സംസാരിക്കുന്നത് രേണുവാണ്. ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ രേണു ആദ്യം നിർത്തുക. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് നെഗറ്റീവ് കിട്ടിയ സന്തോഷമേ ഉള്ളൂ, ഞാൻ നെഗറ്റീവ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയും ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് കമൻ്റാണ് ഇഷ്ടം. ബ്ലോഗേഴ്സ് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഇതൊക്കെ രേണു തന്നെയാണ് മാധ്യമത്തിൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂവിൽ വന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ ന്യൂസ് കൊടുക്കുന്നവരാരും തന്നെ അല്ല, ഞാനടക്കമുള്ള ആരും തന്നെ അല്ല. ഞാൻ ശ്രുതിയെ മാത്രമാണ് കല്യാണം കഴിച്ചത്, രേഖാമൂലം. അങ്ങനെ ബോൾഡായിട്ട് പറയൂ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.